வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று வித என்று விழ்த்தூவும் மழை என்ற இதயம் இவ தோட்டம் பூ பூக்குதே வாலின்றி போரின்றி വലിக்கின்ற. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്, എന്നത്തെ മാതിരി തന്നെ. പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ ഇന്നത്തെ ഇൻട്രോ എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോ ആണ്. ക്ലാസ്സുള്ള ദിവസം ഇങ്ങനത്തെ ഇൻട്രോ ഒന്നും എടുക്കൽ നടക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നേരെ ഞാൻ പോയി ഗൈസ് ഊഞ്ഞാലിൽ അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന് റീൽസിൽ കുത്തിരിക്കാൻ വേണ്ടിയിട്ട്. റീൽസൊക്കെ കാണാണ്ട് ഒരു ദിവസം എന്ന് വെച്ചാൽ ഗൈസ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല, അമ്മാതിരി അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ മുടിയൊക്കെ കെട്ടി ഒതുക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം പോകും ഗൈസ്. അതുകൊണ്ട് മുടി ആദ്യം തന്നെ കെട്ടി വെക്കൽ ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ബേബി ഹെയർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് നോക്കണുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. വലിയ സംഭവമായിട്ടൊന്നും ഇല്ല, ചെറിയ സ്കിൻ കെയർ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ ഞാൻ ഇവിടെ ഖാദിയുടെ ഫേസ് വാഷ് തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത് മിക്കപ്പോൾ. ഞാനിപ്പോൾ ഇതന്നെ യൂസ് ചെയ്യൽ, കാരണം ഡെലിവറി ഒന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതന്നെ യൂസ് ചെയ്യൽ. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്ലാനും കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ഉണ്ട്, കാരണം ഇന്ന് അവധിയല്ലേ. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനൊക്കെ പ്ലാൻ ഇട്ട് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അവസാനം നോക്കുക ഗൈസ്, എന്നത്തെ മാതിരി തന്നെ അത് തന്നെ അവസ്ഥ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള ജെൽ അപ്ലൈ ചെയ്യാം. മുഖത്ത് അവിടെ ഇവിടെ കുറച്ച് കുഴിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പം ഞാൻ അപ്ലൈ ചെയ്തതാണ് ഈ ഒരു ജെല്ല്. ഇത് ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ആൻഡ് നിക്കോട്ടിനാമൈഡ് ജെൽ. ഞാൻ പ്രൊണൗൺസ് ചെയ്തിട്ടാണ് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങനത്തെ ഒരു ജെല്ല് ഗൈസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനത്തിൽ വെച്ച് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ആകെ ഒരു സാധനം കേട്ടോ, ഈ ഒരു ആക്നെക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനം നല്ലപോലെ വർക്കിംഗ് കേട്ടോ. എന്നാലും ഇത് യൂസ് ചെയ്തിട്ട് കുറച്ചാളുമ്പോൾ വീണ്ടും കുരുവൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും തേക്കും. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ണട എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് ഇത് പവറുള്ള കണ്ണടയാണെന്ന്. അതെ കേട്ടോ, ചിലർ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ പട്ടിഷോക്ക് വേണ്ടി വെച്ചേക്കണെന്നാണ്. അല്ല, ശരിക്കും കണ്ണ് കാണാനിട്ട് വെച്ചേക്കണേണ്, ഐ മീൻ ബ്ലറായിട്ട് കാണുകൊണ്ട് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഇത് വെച്ചാൽ എനിക്ക് മര്യാദ കാണത്തുള്ളൂ. അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങിയേക്കണേണ്. എന്തിന്? നമ്മുടെ ഇൻട്രോ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇങ്ങനെ ഇൻട്രോ ഒക്കെ കുറച്ച് പ്രകൃതി രമണീയമായിട്ട് ഇങ്ങനെ ഇട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ചെയ്തപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഏറെക്കുറെ ഇച്ചിരി ബെറ്റർ ആയിട്ട് ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അപ്പത്തിനും ഏറെക്കുറെ ഒരു 9-7 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇൻട്രോ എടുത്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം പിടിച്ചിട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാട്ട് സെലക്ട് ചെയ്യാനും പിന്നെ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ സൗണ്ട് എഫക്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഇൻഷോട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇതിൽ കാണുന്ന കുറേ എഫക്റ്റൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഷോട്ട് ആപ്പിൽ ആഡ് ചെയ്യണേ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസിൽ യൂസ് ചെയ്യണ സൗണ്ട് എഫക്ട്സ് ഒക്കെ തന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യണേ കേട്ടോ. അല്ലാണ്ട് ഇൻഷോട്ടിൽ സൗണ്ട് എഫക്ട്സ് യൂസ് ചെയ്യലത്തിൽ കുറവാണ് ഞാൻ, എന്നാലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ 9 മണിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വിശക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ അടയായിട്ട് കഴിക്കുന്നത്. ഇത് ഗോതമ്പും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായ അടയാണെന്ന് തോന്നുന്നു. ചക്കയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്താണ്ടോ ആയിരുന്നു ഗൈസ്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ 2 ഞാൻ ആദ്യം എടുത്തെങ്കിൽ ഞാൻ ഒരെണ്ണേ കഴിച്ചിട്ടുണ്ടായാലും. ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ മതിയായി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ചക്ക ഒലിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ ചക്ക കഴിക്കണേണ്. നമ്മളിങ്ങനെ ഓരോ വീഡിയോ ക്ലിപ്സ് എടുത്തതിന് ശേഷം ഞാൻ അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ്. പിന്നെ കുറേ നാളത്തേക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാൻ എന്തോ മാതിരിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കരിക്ക് കുടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സാധനം കഴിക്കുന്നുണ്ട്. ഉള്ളിൽ പ്രത്യേകിച്ച് അധികം തന്നെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. എന്നാലും ഓൺലൈനിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് ഇല്ലാത്തതിന് നല്ല ടേസ്റ്റ് ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഞാൻ പഠിക്കാൻ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവസാനം എന്നത്തെ മാതിരി ഞാൻ ഒരു സബ്ജക്റ്റ് മാത്രം നോക്കിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മുന്നേ ഇത് കുറച്ച് പഠിച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ബാക്കി കൂടി പഠിക്കാനുണ്ടായിരുന്നുള്ളൂ, കുറച്ചുണ്ടായുള്ളൂ. എന്നാലും ഇന്ന് ഒരു ദിവസം മൊത്തം ഞാനത് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം നിലവിലെടുത്ത സബ്ജക്റ്റിലും കാര്യങ്ങളും ഞാൻ പൊളിറ്റിക്കൽ സയൻസ് മാത്രമേ കറക്റ്റിന് പഠിച്ചെത്തിയിട്ടുള്ളൂ. വേറെ സബ്ജക്റ്റൊന്നും ഞാൻ തുറക്കാത്ത
സബ്ജക്റ്റ് വരെയാണ് കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റൊക്കെ അത് ഇത്ര ആളായിട്ട് ഞാൻ തുറന്നിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് എക്കണോമിക്സ് ചെറുതായിട്ട് നോക്കണമെന്നുണ്ടായിരുന്നു. അത് വലിയവരുടെ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഈ ഒരു ചാപ്റ്റർ എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു, പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുമ്പോൾ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടി കുത്തിയിടണമെന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ല നോട്ടിൽ. അപ്പോൾ ഞാനത് വൈറ്റ്നർ വെച്ചിട്ട് മാച്ചിട്ട് വീണ്ടും എൻ്റെ മുകളിൽ ചെയ്തോട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ നോട്ട്ബുക്കിൽ ചെയ്യുമെങ്കിലും ഞാൻ എൻ്റെ പരീക്ഷ പേപ്പറിൽ നിറച്ചും വെട്ടും കുത്തൊക്കെ ഇരിക്കും കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് വൈറ്റ്നർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം പൊളിറ്റിക്സ് പഠിച്ച് അങ്ങനെ പഠിക്കാനായിട്ട് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ വെക്കണ സംഭവത്തിൽ പോയി നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു ക്രീം ബണ്ണിരിക്കുന്ന കഴിച്ചത്. ആരോ പകുതി തിന്ന് വെച്ചേക്കണതാണ്. എന്നാലും എനിക്കത് വിഷയമല്ല, അത് പോയിട്ട് ബാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, ഉച്ചക്കാലത്തെ ഫുഡ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കറിയൊന്നും അത്രക്കും പ്രത്യേകിച്ചില്ല. ആകെയുള്ളത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ ഒരു കറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് നമുക്ക് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി അങ്ങനെ പൊട്ടറ്റോ ഇങ്ങനെ വറുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അത് കണ്ടിട്ട് അവൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെയിം ഇന്നും ഞാനത് തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. അതാരും ജഡ്ജ് ചെയ്തു ഗൈസ്. എനിക്ക് ഈ മടി എന്ന് പറയാൻ കഴിയൂല, അതുമാണ്. പിന്നെ എനിക്ക് ആ പൊട്ടറ്റോൻ്റെ ആ തൊലി തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ലേസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ തൊണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് അത്ര ക്ലീൻ ആയിട്ടില്ലെന്ന് തോന്നുമെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതാരൊന്നും പറയരുത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ അവളെങ്ങനെ ഉണ്ടാക്കിയത് എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കണത്. എന്നിട്ട് ഓയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് പരമാവധി കുറച്ച് ഓയിൽ ഒഴിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എത്ര പേരുണ്ട് ഗൈസ് ഇങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് കളയാണ്ട് ഇങ്ങനെ ഉണ്ടാക്കണത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു തൊണ്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. സംഭവം അങ്ങനെ തൊണ്ടൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്നത് അത്രയ്ക്ക് ചീത്തണം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തീ ഇത്തിരി കൂട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പൊടിയൊക്കെ കരിഞ്ഞു പോയായിരുന്നു. നല്ലത് വിഷയമല്ല. എന്നിട്ട് ബാക്കി കറിയൊക്കെ ഇതാക്കണം കേട്ടോ. ഇത് ചക്കക്കുരി കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൊണ്ടാട്ടം എടുക്കുന്നുണ്ട് മുളകിൻ്റെ, പകുതി പപ്പടം, പിന്നെ ഇതെന്തോ ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ചെറുപ്പം തൊട്ടേ കഴിക്കാറുള്ള സാധനമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ റീൽസ് കൊണ്ടിയും യൂട്യൂബ് കൊണ്ടിയും പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഇരിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ഹെയർ വാഷ് ചെയ്യാമെന്ന്. കാരണം ഇന്ന് ഹോളിഡേ അല്ലേ. അപ്പോൾ ഇന്ന് മാക്സിമം മുടി കഴുകാമെന്ന് വിചാരിച്ചു. കാരണം ക്ലാസ് ഉള്ള ദിവസം മുടി കഴുകാമെന്ന് വെച്ചാൽ ഒരു ചടങ്ങ് പരിപാടിയാണ്. കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് നമുക്ക് ജിമ്മിൽ പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മുടി കഴുകാമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ജിമ്മിൽ പോയിട്ട് നമുക്ക് മേലൊക്കെ കഴുകണ്ടേ. അപ്പോൾ ചടങ്ങാണ് രാത്രി ഹെയർ വാഷ് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹെയറിൽ കുറച്ച് റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ള യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാനായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് ഉണങ്ങണമല്ലോ. അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് പൊളിറ്റിക്സ് വീണ്ടും നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വഴുതനങ്ങ ഇരിക്കുന്നത്. എൻ്റെ രൂപം വെച്ചത് ഇവിടെ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങയാണ്. നല്ല നല്ല ക്യൂട്ടായിട്ടില്ല, നല്ല കുഞ്ഞത് ഇങ്ങനെ മിനിയേച്ചർ ഫുഡ് കുക്കിംഗ് ഒക്കെ നിങ്ങൾ കാണാറുണ്ട് യൂട്യൂബിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തേനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയ വഴുതനങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ എന്തായാലും ഗൈസ് ഈ ഒരു ഉണക്കമുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ കഴിക്കാനുള്ളൂ. ഉള്ളത് മാത്രം. ബാക്കി മറ്റേ ഈന്തപ്പഴമൊക്കെ തീർന്നുപോയി. അപ്പോൾ എന്തായാലും ഇത് മാത്രമേ കഴിക്കാനുള്ളൂ. പിന്നീടാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ പാത്രത്തിൽ പോയി നോക്കുമ്പോൾ, ഐ മീൻ ഫുഡൊക്കെ വെക്കണ പാത്രത്തിൽ പോയി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേക്ക് ഇരിക്കണേന് എന്താ പറയുക എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുള്ള സാധനം എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും കിട്ടിയപ്പോൾ എടുത്ത് കഴിക്കണം. ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോകണേന് മുടിയിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിതിൽ കണ്ടിട്ട് ഞാൻ മുടി കഴുകിയ മാതിരി ഇല്ലെന്നുണ്ടെങ്കിലും ശരിക്കും മുടി കഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാമ്പും പിന്നെ കുറച്ച് കണ്ടീഷണറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറന്നൊക്കെ ഇരിക്കുന്നത്. ഞാൻ ലോറിയലിൻ്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണറാട്ടോ യൂസ് ചെയ്യുന്നത്, മറ്റേ ഹൈലറോണിക് റേഞ്ചിൽ വരുന്നത്. പിന്നീടാണ് നമ്മൾ പാലൊടിക്കാൻ പോയി. എന്നിട്ട് വന്നിട്ട് നമ്മൾ ഒരു എഗ്ഗ് കഴിക്കുന്നുണ്ട്. ഈ ഒരു മുട്ട തൊട്ടപ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല, ഇത് പൊളിഞ്ഞു പോയി, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മുട്ട കിട്ടിയാൽ മതിയല്ല. അപ്പോൾ എന്തോ പശകണ്ടെന്ന് തോന്നി മുട്ടക്ക്. എന്തായാലും കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിന് വേണ്ടി പോകണേണ്. ഞാൻ ഈ ഒരു കോലത്തിലാണ് പോവാറ്. ഐ മീൻ ശരിക്കും ഒരു ഹോമി ലുക്കിലാണ് ഞാൻ പോവാറ്. മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പോണ വഴി നമ്മുടെ ട്യൂഷൻ മിസ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിസ്സിനോട് ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5:46 ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ചങ്ക ഉണ്ടാവും. അതുകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല, വൈബായിരിക്കും. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് എനിക്ക് ജിമ്മിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല, എനിക്ക് ക്യാമറ ഒന്ന് തുറക്കുമ്പോൾ തന്നെ എന്തോ മാതിരിയാണ്. ഇങ്ങനെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ഒറ്റക്കായിരുന്നു. അതിന് പിന്നെ സീൻ ഉണ്ടാവില്ലായിരുന്നു.
എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇത് കാണിച്ചു തരും ഗൈസ്. എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇപ്പോൾ എന്തോ ഒരു ഷൈയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ട് നേരെ പോണേണ്. അപ്പോൾ എൻ്റെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചങ്കീൻ്റെ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അവിടെ അവളെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള വീഡിയോ എടുക്കാനെന്നെങ്കിൽ അത്രക്കും വലിയ സീനൊന്നും ഇല്ല, കാരണം അവിടെ നിന്ന് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോഴും ഇച്ചിരി വൈകിട്ടുണ്ടായിരുന്നു, ഒരു അറൗണ്ട് ഒരു 8 മണിക്ക് അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെയാണ്. ഇത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയും കൂടിയും. അപ്പോൾ വേർത്ത് ഒലിച്ചിങ്ങനെ ഇരിക്കണേണ്. എന്നിട്ട് പോയി കുളിച്ച് നേരെ ഫ്രഷ് ആയി. എന്നിട്ട് കുറച്ച് നേരം യൂട്യൂബും റീൽസൊക്കെ നോക്കി ഇരുന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കണേണ്. അപ്പോൾ ഉച്ച കഴിച്ചിട്ടുണ്ടായ സെയിം സംവിധാനങ്ങളൊക്കെ തന്നെയാണ് കഴിക്കേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മെയിനായിട്ട് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ എമൗണ്ടൊക്കെ ഇത്തിരി കൂട്ടുന്നുണ്ട്. കുറച്ചും കൂടി കൂടുതൽ കഴിക്കാൻ ഞാൻ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ പാല് കുടിച്ചിട്ടുണ്ടായില്ലല്ലോ, നമ്മൾ മേടിച്ചിട്ട് മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ തിളപ്പിച്ചിട്ട് അത് കുടിക്കണേണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഞ്ചസാരയൊക്കെ ഇടാണ്ട കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കേണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇന്ന് പൊളിറ്റിക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പൊളിറ്റിക്സ് മാത്രമേ നോക്കാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ, വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. ഭയങ്കര മടിയായിരുന്നു, എന്താണെന്നറിയില്ല. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ മിസ് വരെ പഠിച്ചുകൊണ്ട് വരാൻ പറയണം, നമ്മൾ അത്രയും ബുക്ക് കൂടല്ലേ, പിന്നെ അവിടെ കൂട്ടി ഇങ്ങനെ ഇട്ടേക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.